ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ഗം ഗണപതേ നമ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ശ്രീ പാഹി മാം പാഹി. ഹരേ ശ്രീ പാഹി മാം പാഹി. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ എളിയ നമസ്കാരം. ഞാൻ ഈ നാരായണീയം വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് ചെറുതായിട്ട് വ്യാഖ്യാനിച്ച് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണിത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ ഈശ്വരവിശ്വാസിയായിട്ടുള്ള എല്ലാവർക്കും ആർക്കും തന്നെ ഈ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാനോ ഒന്ന് വിളിക്കാനോ ഒന്ന് തോന്നാത്ത ആരും ഉണ്ടാവില്ല. എൻ്റെ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാത്ത ആരും കാണത്തില്ല. അറിയാതെ ആണെങ്കിൽ പോലും നാവിൽ വരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും തന്നെ. ഇപ്പോൾ നമ്മുടെ ഈ നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, ഇത് ഏകദേശം 4 നൂറ്റാണ്ട് മുമ്പാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുതുന്ന കാലത്ത് ഈ നല്ല കട്ടിയായിട്ടുള്ള സംസ്കൃതത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വളരെ വലിയ പണ്ഡിതന്മാർക്ക് പോലും വ്യാഖ്യാനങ്ങളുടെയൊക്കെ സഹായമില്ലാതെ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അദ്ദേഹം ഭാഗവത പുരാണത്തെ അടിസ്ഥാനമാക്കിയാണ് നാരായണീയം എഴുതിയത്. ഒരു ലഘു ഭാഗവതം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗവതത്തിലെ അർത്ഥവും അതിൻ്റെ ആ ഗഹനമായ വിഷയങ്ങളൊക്കെ ഒട്ടും തന്നെ അർത്ഥം, അതുപോലെ സാരം, അതിൻ്റെ ആ സത്ത് ചോർന്നു പോകാതെ എഴുതുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ മേൽപ്പത്തൂർ അത് വളരെ വിജയകരമായി, സഹജമായ ആ പാണ്ഡിത്യത്തിൽ അത് വളരെ നന്നായിട്ട് ചെയ്തു. അത് ഇന്ന് വിശ്വാസികളുടെ ഏറ്റവും നല്ല ഒരു സാഹിത്യ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ മനോഹരമായ കാവ്യമെന്ന് പറയാം, ഭക്തിപ്രധാനമായ സ്തോത്രമെന്ന് പറയാം. ഇതുപോലൊരു ഗ്രന്ഥം മറ്റൊന്നില്ലെന്ന് തന്നെ പറയാം. അതായത് നാരായണീയത്തിൻ്റെ മഹത്വത്തെ മുഴുവൻ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലെ ഒരു ദിവ്യ ഔഷധത്തിൻ്റെ ഫലമാണ് ഈ സ്തോത്രം. ശ്രീ ഭട്ടതിരിപ്പാട്, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, ഇത് അദ്ദേഹത്തിൻ്റെ വാതരോഗം, അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ഏറ്റെടുത്ത, ഗുരുവായ അച്യുത പിഷാരടിയിൽ നിന്ന് ഏറ്റെടുത്ത രോഗം, വാതരോഗം ശമിക്കുന്നതിനായിട്ട് അദ്ദേഹം പല ചികിത്സ നടത്തിയെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല. അവസാനം അദ്ദേഹം ഗുരുവായൂർ പോയി ഭജനം ഇരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി തൻ്റെ സമകാലികനായിരുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനോട് യാത്ര പറഞ്ഞ് ഗുരുവായൂരിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഫലിത രൂപത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭട്ടപാദരോട് പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു. ഫലിത രൂപത്തിൽ പറഞ്ഞെങ്കിലും ഭട്ടതിരിപ്പാട് വളരെ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. മത്സ്യാവതാരം തൊട്ട് കൂട്ടാനാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്. അങ്ങനെ ദശാവതാര കഥകൾ അദ്ദേഹം ഭാഗവതത്തെ അവലംബിച്ച് ആയിരത്തിലധികം ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 1034 ശ്ലോകങ്ങളുണ്ട് എല്ലാം കൂടി 100 ദശകത്തിലായിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ 100 ദശകങ്ങളിലായിട്ട് സംഗ്രഹിച്ച് ഭാഗവത പുരാണത്തെ അടിസ്ഥാനമാക്കി ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ഈ നാരായണീയം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏകാഗ്രമായ ധ്യാനവും പ്രാർത്ഥനയും അതുപോലെ മനസ്സിനെ ശാന്തമാക്കാനും അതുപോലെ അങ്ങനെ അദ്ദേഹം ദേഹാസ്വസ്ഥ്യം കുറച്ച് അദ്ദേഹത്തിൻ്റെ രോഗപീഠ മാറുകയും ഈ നാരായണീയ രചനയ്ക്കിടയിൽ പല പ്രാവശ്യം അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ദർശനം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അവസാനത്തെ ദശകത്തിൽ 100-ാം ദശകത്തിൽ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാൻ ഭട്ടപാദരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അതിൻ്റെ വർണ്ണനയാണതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കടത്തനാട്ട് പത്മനാഭവാര്യർ എഴുതിയ പത്മാഞ്ജലി എന്ന നാരായണീയ വിവർത്തനമുണ്ട്. അതിൻ്റെ അവതാരികയിൽ ഡോക്ടർ ലീലാവതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് നാരായണീയത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തെ ശാസ്ത്രജ്ഞരോ യുക്തിവാദികളോ ആരും ചോദ്യം ചെയ്ത് കാണാറില്ല. വെറുമൊരു ഐതിഹ്യമെന്ന് തള്ളിക്കളയാറുമില്ല. മഹത്തായ കാവ്യമെന്ന
മൂർത്തമായ തെളിവ് മുന്നിലിരിക്കുമ്പോൾ കെട്ടുകഥ എന്ന് ജൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഈ വരികൾ ഡോക്ടർ ലീലാവതി അതിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് ഇന്നും അർത്ഥവത്തായ വരികളാണ്. ആർക്കും ഈ നാരായണീയത്തെ യുക്തിവാദികൾ ആരും തന്നെ അതിൽ കൈവച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തള്ളിക്കളയാനും ശ്രമിക്കാറില്ല. വളരെ ബഹുമാനത്തോടു കൂടി ഭക്തി പുരസരം മാത്രമേ നമ്മളെല്ലാവരും അതിനെ നോക്കി കാണാറുള്ളൂ. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിനി 1-ാം ദശകം വായിക്കാം. വായിച്ച് എന്നാൽ കഴിയുന്നത് പോലെ അർത്ഥം പറയാൻ ശ്രമിക്കാം. ഇത് എൻ്റെ മേൽപ്പത്തൂരിനെ പോലെ ഉണ്ണിക്കണ്ണൻ, അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണേ, ഭക്തി ഉറച്ചു നിൽക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. എന്നെ ഭഗവാൻ തുണയ്ക്കട്ടെ. നിങ്ങളെല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണ് വർണ്ണിക്കുന്നത്. ഓരോ ശ്ലോകവും, അതായത് ഓരോ ദശകവും ഓരോ ദശകത്തിൽ തന്നെ പല വൃത്തങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ 1-ാമത്തെ ദശകം എഴുതിയിരിക്കുന്നത് ശ്രദ്ധര വൃത്തത്തിലാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സഹായപ്രദമാണ്. ഇത് ശ്രദ്ധര വൃത്തം എന്ന് പറഞ്ഞാൽ 7-3 ഖണ്ഡം മരഭനയം ശ്രദ്ധര വൃത്തമാകും എന്നാണ് ശ്രദ്ധര വൃത്തത്തിൻ്റെ ലക്ഷണം. അത് സംസ്കൃതം മലയാളമൊക്കെ പഠിക്കുന്നവർക്ക്, PG ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക്, ഇത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതലേ ഉണ്ട്, ഇത്രയും വിശദമായിട്ടില്ലെങ്കിലും, പക്ഷേ ഇത് പ്രയോജനപ്രദമാകും. അതുകൊണ്ടാണ് ഞാൻ ലക്ഷണം പറഞ്ഞത്, റെഫറൻസിന് വെറുതെ. ഇനി നമുക്ക് 1-ാം ദശകത്തിലെ ശ്ലോകം വായിക്കാം. എല്ലാവരും ബുക്കുള്ളവർ ബുക്കിൽ നോക്കിയിരിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർദ്ധാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ജനാനാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എന്നാണ്. ജനാനാം ഹന്ത ഭാഗ്യം ജനാന, ഇത് ജനങ്ങളുടെ ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കവി. അതായത് നിത്യവും പൂർണ്ണവുമായ ആനന്ദം. ഈ ആനന്ദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ആനന്ദം എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷെ അതെന്താണെന്ന് കാണാൻ പറ്റുകയില്ല. സത്ത് ചിത്ത് ആനന്ദം, ഇത് ആത്മാവിന് അതായത് പരമാത്മാവിന് ആവശ്യമായ 3 ഗുണങ്ങളാണ് സത്ത് ചിത്ത് ആനന്ദം. സച്ചിദാനന്ദം അതൊരവസ്ഥയാണ് അല്ലേ, പൂർണ്ണത, മോക്ഷാവസ്ഥയുടെ പ്രതീകമാണ് ഇത്, ഈ ആനന്ദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആനന്ദം, ജ്ഞാനം. ഈ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്ഷാത്മകമായ അറിവിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ ശാസ്ത്രാദികൾ വായിച്ച് നമുക്ക് കിട്ടുന്ന അറിവിനെ വിജ്ഞാനം എന്ന് പറയും. മനുഷ്യൻ ജന്മന അപൂർണനാണ്, ജ്ഞാനം കൊണ്ടാണ് അവൻ പൂർണ്ണത കൈവരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ആനന്ദവും ആ ജ്ഞാനവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി അനുപമിതം, അതായത് ഇടമുറിയാത്ത നിരന്തരമായ ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപമാണ് ഭഗവാന്. ഈ 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആനന്ദവും ജ്ഞാനവുമാണ് ആ സ്വരൂപത്തോടു കൂടിയത്. അതുപോലെ അനുപമിതം, അനുപമം എന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ പറ്റില്ല, സാദൃശ്യമായിട്ട് മറ്റൊരു വസ്തു ഇല്ല എന്ന് തന്നെ, അതാണ് അനുപമിതം. നിർമുക്തം നിത്യമുക്തം, അതായത് മുക്തമായിട്ടിരിക്കുന്ന, അതായത് കാലം ദേശം ഇവയുടെ പരിധിയിൽ നിന്നെല്ലാം മുക്തമായിട്ടിരിക്കുന്ന, നിത്യമായിട്ടിരിക്കുന്ന, അതുപോലെ ഈ സർവവ്യാപിയായിരിക്കുന്ന, സുഖദുഃഖാദികളുടെ സംബന്ധം, അതായത് മായാബന്ധം ഒട്ടുമില്ലാത്തത്, അനേകം നിഗമശതസഹസ്രേണ, അതായത് അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഈ പരബ്രഹ്മസ്വരൂപത്തെ. അതുപോലെ അസ്പഷ്ടമാണ് വാക്യങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അസ്പഷ്ടമാണ്. പക്ഷേ ദൃഷ്ടമാത്രേ, ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമാണ് ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു. ഇനി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ബ്രഹ്മം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വാക്കിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ സർവ്വവ്യാപകമാണ്, ബൃഹത്തമവും മഹത്തരവുമാണ്. ഉപനിഷത്തുകളിലാണ് ആദ്യമായി ബ്രഹ്മത്തിൻ്റെ വിവരണം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിലും വലുതായിട്ടൊന്നുമില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ
മുകളിലൊന്നുമില്ലെന്ന് പറയാം. ഇനി ഈ തൈത്തിരീയോപനിഷത്തിലാണെങ്കിൽ ബ്രഹ്മത്തെ സച്ചിദാനന്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സകല വസ്തുക്കളുടെയും അസ്തിത്വമുണ്ട്, സകല സ്രോതസ്സും അതുതന്നെയാണ്, ആനന്ദത്തിൻ്റെ ഉദ്ഗമവും അതുതന്നെയാണ്. അന്നം, പ്രാണൻ, മനസ്സ്, വിജ്ഞാനം, ആനന്ദം ഇവയെല്ലാം ബ്രഹ്മത്തിൻ്റെ 5 കോശങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആ ഉത്ഭവം തന്നെ, പ്രാദുർഭാവം തന്നെ. അത് ഈ വിശ്വത്തിൻ്റെ മൂല കാരണവും തന്നെയാകുന്നു. സ്ഥിതിയും വിലയവും അതിൽ തന്നെയാണ്. അതാണ് സർവവും. സർവം ഖല്വിദം ബ്രഹ്മണേ നേനാസ്തി കിഞ്ചനഃ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ പരമാർത്ഥ വസ്തുവായ ബ്രഹ്മം ഒരു മാത്ര കണ്ടാൽ തന്നെ അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നു. ആ പരബ്രഹ്മമാകുന്നു ഇപ്പോൾ പ്രത്യക്ഷമായി ഗുരുവായൂരിൽ വിളങ്ങുന്നത്. ഓ, ആളുകളുടെ ഹന്തഭാഗ്യം, ജനങ്ങളുടെ എന്ത് ഭാഗ്യമാണ്! അത് വളരെ വളരെ ആശ്ചര്യകരമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഏവം ദുർലഭ്യവസ്തൂന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ഭജ ജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഇനി നമുക്ക് ഏവം ദുർലഭ്യ വസ്തു. ദുർലഭ്യം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമുള്ള വസ്തുവാണ്. ദുർലഭ്യ വസ്തു എന്ന് പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമുള്ളതാണ്. സുലഭതയാ ഹസ്തലബ്ധേ, എന്നിട്ടും നമുക്ക് സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയെ പറ്റിയാണ് പറയുന്നത്. കിട്ടാൻ വളരെ ദുർലഭമാണെങ്കിലും നമുക്കത് യഥേഷ്ടം ഇഷ്ടം പോലെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. തന്വാ വാചാധിയ. തന്വ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട്, വാച വാക്കുകൊണ്ട്, അതുപോലെ ധിയ ബുദ്ധി കൊണ്ട്, വാ ഭജതി ബദ ജനക്ഷുദ്രദൈവ സ്ഫുടേയം. ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിട്ടും ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആശ്രയിക്കുന്നു. എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് സ്പഷ്ടമായ ഒരു ചീത്ത കാര്യം തന്നെയാണ്, കൊള്ളരുതാത്ത കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പറയാണ്, ഇപ്പോൾ ഈ നാമാകട്ടെ മനസ്ഥൈര്യത്തോടെ, അതായത് ഏകാഗ്രചിത്തനായിട്ട് സമസ്ത പീഡകളുടെയും ആവൃത്തിക്കായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമസ്ത പീഡ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വാതരോഗ പീഡിതനാണ്. നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അനുജനായ ഈ മാതൃദത്തൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ചെന്നിരുന്നത്. അദ്ദേഹം നാരായണിയെ പറയും, ഈ അനുജൻ മാതൃദത്തൻ എഴുതിയെടുക്കും. അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമസ്ത പീഡകൾ എന്നുദ്ദേശിച്ചത് വാതരോഗ ശമനത്തിനായി അദ്ദേഹം സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുർലഭ്യമായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിലും ഇങ്ങനെ നമ്മുടെ കയ്യിൽ യഥേഷ്ടം കിട്ടിയിട്ടും ആളുകൾ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നു എന്നാണ്. ഗുരുവായൂരപ്പൻ ഇങ്ങനെ നമുക്ക് അഭീഷ്ട കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഭാഗവതം 2-3 ശ്ലോകങ്ങളുടെ അർത്ഥം ഈ ശ്ലോകത്തിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 3-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. സത്വം യത്തത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം തത്സ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇവിടെ ഈ സത്വം യത്തത് പരാഭ്യാം അപരികലനത എന്ന് പറഞ്ഞാൽ, അപരികലനത എന്ന് പറഞ്ഞാൽ സമ്പർക്കം, അതായത് സമ്പർക്കം കൂടിച്ചേരലില്ലായകയാൽ അതിൽ നിന്ന്, ഈ സത്വത്തിൽ നിന്ന് അന്യങ്ങളായവയോട് സമ്പർക്കമില്ലാത്തതുകൊണ്ട് ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആകുന്നു അങ്ങയുടെ ശരീരം എന്ന് വ്യാസഭഗവാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ആ നൈർമല്യം ഹേതുവായിട്ട് ഏത് ശരീരമാണോ മറവില്ലാതെ ഉത്കൃഷ്ടമായിട്ടും സുഖമായിട്ടും പ്രകാശമായും ആ ശ്രീകോവിലിനുള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപത്തിലുള്ളത്, അത് കേൾക്കാനും സ്മരിക്കാനും, അതായത് ഓർമ്മിക്കാനും രസം തോന്നിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നത്, അതായത് വളരെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുഖം തോന്നും, അതുപോലെ തന്നെ അത് ഗ്രഹിക്കാൻ മനസ്സിലാക്കാനും
വളരെ സുഖകരമാണ്. അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കൽ, ആ ശരീരത്തിങ്കൽ, വപുസിങ്കൽ ഭാഗ്യശാലികളായ ഞങ്ങൾ രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ തന്നെ വളരെ ആനന്ദകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിറഞ്ഞ് നിശേഷം വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയത് എന്നിങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, പറയാം എന്ന് അദ്ദേഹം പറയുകയാണ്. തസ്മിൻ ധന്യ രമന്തേ, രമന്തേ എന്ന് പറഞ്ഞാൽ രമിക്കുന്നു, അതായത് ധന്യാഹ രമന്തേ, ഇവിടെ ധന്യരാണ്. ആ ശ്രീകോവിലിനുള്ളിലുള്ള ആ മനോഹര രൂപത്തെ ദർശിക്കാൻ കഴിയുന്നവർ ഭാഗ്യം ചെയ്തവരാണ്, ധന്യരാണ് അവർ. ഭാഗ്യശാലികളായ ജനങ്ങൾ ആ രൂപം നോക്കി, ആ ശരീരം നോക്കി, ആ വപുസ് നോക്കി രമിച്ചുകൊണ്ടിരിക്കുന്നു, ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം 4-ാമത്തെ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവരി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ എന്ന് പറഞ്ഞാൽ കമ്പനമൊന്നുമില്ല, ചലനമൊന്നുമില്ല, അനക്കമില്ലാത്തതാണ്. നിത്യപൂർണേ എന്ന് പറഞ്ഞാൽ നിത്യം പൂർണ്ണമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമാണ്. ആ സ്വരൂപം അമൃതം തന്നെയാണ്. നിർലീനാനേക മുക്താവലി സുഭഗതമേ, നിർലീനാനേക മുക്താവലി എന്ന് പറഞ്ഞാൽ കണക്കറ്റ മുക്താവലി. ഇവിടെ മുക്താവലി എന്നുള്ളതിന് മുക്തം ഈ മുത്ത് എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ മുക്തുകളുടെ കൂട്ടം എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ മുക്തന്മാരുടെ കൂട്ടം. അദ്ദേഹം ഈ ഭഗവാനിൽ ആശ്രയിച്ച് മുക്തന്മാരായ ആളുകളുടെ കൂട്ടമെന്നും അർത്ഥമുണ്ട്. ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം സ്പൃഹണീയമായ, അതായത് വളരെ ശ്ലാഘനീയമായ ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ തിരയടിക്ക് തുല്യമാണ് അത്യന്ത ശുദ്ധമായ സത്വഗുണമെന്ന് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയുള്ള ആ സത്വസ്വരൂപനായ അവിടുന്ന് എന്ത് കാരണത്താൽ നിഷ്കളനാകുന്നില്ല എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്ത് കാരണത്താൽ നിഷ്കളനാകുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടുന്ന് നിഷ്കളൻ തന്നെ, അത് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലായിടത്തും നിറഞ്ഞവനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകളൻ എന്നാണ്, നിറഞ്ഞവൻ എന്നുള്ളതിന് അർത്ഥം സകളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ, അതായത് കലകൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ത്രിമൂർത്തികളെയാണ്. ത്രിമൂർത്തികളും മറ്റ് ദേവന്മാരും അവരെ വരെ ഈ ഭഗവാനെ അനുസരിച്ചാണ് അവർ വരെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സകളൻ എന്ന ചൊല്ല്. അവരെല്ലാം ഈ ഭഗവാന് താഴെയാണ്. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സകളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ ആകുന്നു. സകള ഇതി വജസ്ത്വത്കലാസു ഏവ എന്ന് പറഞ്ഞിരിക്കുന്നത് അചഞ്ചലവും എങ്ങും നിറഞ്ഞിരിക്കുന്നതും പരമാനന്ദമാകുന്ന അമൃതരസമാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മുത്തുകളുടെ സമൂഹത്താൽ അല്ലെങ്കിൽ മുക്തന്മാരുടെ സമൂഹത്താൽ അതിമനോഹരമായി നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ പരിശുദ്ധമായ സത്വം എന്ന ഗുണം ഇളകി മറയുന്ന, അതായത് തിരമാലകൾക്ക് തുല്യമാണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമുള്ള ആ ശുദ്ധ സത്വസ്വരൂപിയായ അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. തീർച്ചയായും അങ്ങ് നിഷ്കളൻ തന്നെയാണ്. സകളൻ എന്ന ചൊല്ല്, അതായത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിലാകുന്നു. അതായത് കലകളിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പരമേശ്വരൻ, ശ്രീ പരമേശ്വരൻ മുതലായ ദേവന്മാരെയാണ്, ത്രിമൂർത്തികളെയും മറ്റവതാരങ്ങളെയുമാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം, 5-ാമത്തെ ശ്ലോകം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. ഹേ അജ, അതായത് ഈ അജ എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലയോ അജ, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ്, അജൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ളതിനെയാണ് നമ്മൾ അജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിർവ്യാപാര അപി,
അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയും, അതായത് ഒരു ക്രിയയും ഇല്ലാത്ത, അതായത് നിഷ്ക്രിയനാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഒരു കാരണവും കൂടാതെ ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു. അത് ഏതാണോ അതിനാൽ തന്നെയാണ്. അത് ഒരു ഭ്രമമാണ്. ഇല്ലാത്തതായി തോന്നും, പക്ഷേ അവിടെ ഉണ്ടായിരിക്കും. ഉണ്ടെന്ന് തോന്നുന്നിടത്ത് ഇല്ലാതെ ഇരിക്കും. അങ്ങനെ ആ ലയിച്ചു കിടക്കുന്ന ഒരു മായ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന ഈ പ്രകൃതി, ഈ മായ അല്ലെങ്കിൽ ഈ ഈക്ഷണം, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ, കൽപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇത് ചേർന്നതാണ് ഒരു കൽപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അങ്ങയുടെ ഈ പ്രകൃതി. തൻ്റെ തികഞ്ഞ മഹത്വത്തിനാൽ തനിക്ക് അപാരമായ ഒരു മഹത്വം ഉള്ളതുകൊണ്ട് ഒന്നിലും മടക്കം പറ്റാത്തവനായ ശ്രീ മഹാവിഷ്ണു, വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു അങ്ങ് നിർവ്യാപാരനായി അവിടുന്ന്, അതായത് നിഷ്ക്രിയനായി ആ പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപത്തെ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകളനായിത്തീരുന്നു, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് അർത്ഥം. ഇനി ഈ ഈക്ഷണം എന്നുള്ളത് ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് വേറെ ദശകത്തിൽ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 6ാമത്തെ ശ്ലോകം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃത സ്യന്തസന്തോഹമന്തസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയെ മാരുതാകാരനാഥ. ഇവിടെ തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രത്യഗ്രധാരാധര ലളിത കളായാവലിയിലാളി പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം. ഇവിടെ പുതുമേഘങ്ങൾ, നവമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം മേഘങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കാർമേഘങ്ങൾ ഇങ്ങനെ അനങ്ങുന്നത് പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കില്ലേ, ആ ചന്തമി എന്ന. അതുപോലെ തന്നെയാണ് കായാമ്പൂവിൻ്റെ ആ കൂട്ടം ഇങ്ങനെ കാറ്റിലിങ്ങനെ ആടുന്ന ആ കായാമ്പൂവിൻ്റെ കൂട്ടത്തിനെയും പറഞ്ഞിരിക്കുന്നു. കായാമ്പൂ വർണ്ണനാണ് കണ്ണൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ രണ്ടിനും തുല്യമായതാണ് അവിടുന്ന്. അത് ലാവണ്യശേഖസാരം എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും വിളയാട്ടത്തിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾ, അതായത് പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പുണ്യം തന്നെയായിട്ടാണ് അവിടുന്ന് ഇവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ ഈ ഗുരുവായൂരിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. എല്ലാവർക്കും ദർശനം, അവിടുത്തെ ദർശനം എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് വീണ്ടും പുണ്യം തന്നെയാണ്. ശ്രീ ഭഗവതിക്ക് ലക്ഷ്മി നിശങ്കലീലാ നിലയനം എന്ന് പറഞ്ഞാൽ നിശങ്കം, ശങ്കയില്ലാതെ ശ്രീ ലക്ഷ്മി ഭഗവതിക്ക് അവിടുത്തെ മാറിൽ ചാഞ്ഞു നിൽക്കാൻ ഉള്ള ആ താല്പര്യത്തെയാണ്, എപ്പോഴും എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ചാരി നിൽക്കാനുള്ള താല്പര്യം. അതുപോലെ സഞ്ചിന്തകാനാം അന്തഃ അമൃതസ്യന്ത സന്തോഹം സിഞ്ചത്, അമൃതധാരയെ വർഷിക്കും. എവിടെയാണ്? ധ്യാനനിരതരായവരുടെ ഉള്ളിൽ. ആരെ ധ്യാനിക്കുന്നത്? ഭഗവാനെ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്ന അവിടുത്തെ ആ ശരീരത്തെ, അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണാവതാരം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഒന്നുകൂടെ പറയാം. ഇവിടെ ഗുരുവായൂരപ്പ ഈ പുതുമേഘങ്ങളുടെയും അതുപോലെ മനോഹരമായ കായാമ്പൂവിൻ്റെ കൂട്ടങ്ങളുടെയും വിളയാട്ടത്തെ പോലെ അതിന് സദൃശമായ സൗന്ദര്യത്തിനുടമയായ പരമസാരാംശമായിരിക്കുന്ന പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായി അവതരിച്ചിരിക്കുന്ന ശ്രീ ഭഗവതിക്ക് മുമ്പിൽ, അതായത് ശ്രീ ഭഗവതിയായ ലക്ഷ്മി ദേവിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള ഒരു സ്ഥാനമായിട്ടുള്ള ധ്യാന നിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ അവിടുത്തെ ശരീരത്തിൽ, അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ അവിടുത്തെ നിരന്തരം ധ്യാനിച്ചു കൊള്ളുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഇനി യാതൊന്നിനാലും കീഴടക്കാൻ പറ്റാത്ത ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഭഗവാനെ. ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അടുത്ത ശ്ലോകം എന്ന് പറഞ്ഞാൽ 7ാമത്തെ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട
ബഹുതരഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവ കഥം വാ മധുരതരമിദം ത്വദ്ബഭുശ്ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഇവിടെ അജിത എന്ന് വിളിച്ചിട്ട് പറയാണ്. പൂർവം ആലോചിതം അജിത, ഹേ അജിത എന്ന് പറഞ്ഞാൽ, അജിതൻ എന്ന് പറഞ്ഞാൽ ജിതനായവൻ, മറ്റുള്ളവർക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തവൻ, കീഴടക്കാൻ പറ്റാത്തവൻ എന്നാണ് അജിത. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇത്യേവം ഇപ്രകാരം ആലോചിച്ചിരുന്നു. ഞാൻ എന്താണ് ആലോചിച്ചിരുന്നത്? അങ്ങയുടെ സൃഷ്ടി വ്യാപാരങ്ങൾ ദുസ്സഹമാണ് എന്ന് ഞാൻ ആലോചിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ജീവഭാജാം ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ, ഭവ എന്ന് പറഞ്ഞാൽ ഭവ സംസാര ദുഃഖങ്ങളെ, ഖേദം ദുഃഖം, ബഹുതര ഭവഖേദാവഹ എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിലുള്ള അനേകം സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് അങ്ങയുടെ സൃഷ്ടി പ്രക്രിയ എന്ന് ഞാൻ നേരത്തെ പൂർവമാലോചിതം, ഞാൻ വളരെ പണ്ട് ആലോചിച്ചിരുന്നു. എന്നാൽ ഈ മുമ്പ് ഞാൻ അങ്ങനെ കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഈ വിധമല്ല ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ ജീവികൾ എങ്ങനെയാണ് ചിത്തും രസവും, അതായത് ഈ ജ്ഞാനവും ആനന്ദവും അത്യന്തം കൗതുകപ്രദവുമായ ഈ അവിടുത്തെ ശരീരത്തെ എങ്ങനെ നേത്രങ്ങളാലും ശ്രോത്രങ്ങളാലും പാനം ചെയ്തിട്ട് പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക, ആ തിരയടി, അതായത് പരമാനന്ദമാകുന്ന ആ സമുദ്രത്തിൽ ആറാടി ആ തിരകളിൽ കിടന്ന് കല്ലോലങ്ങളിൽ ഇങ്ങനെ ഇളകി ആടി ആ സന്തോഷം എങ്ങനെ അനുഭവിക്കും എന്ന് ചോദിക്കുകയാണ് അവിടുന്ന്. അങ്ങനെ ആ അവിടുത്തെ സൃഷ്ടി പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമാണെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ ഈ പ്രാണികൾ, ഈ ജീവികൾ എങ്ങനെയാണ് ആ പരമാനന്ദം, ഈ ജ്ഞാനവും ആനന്ദവും കൂടി ചേർന്ന് അത്, അല്ലെങ്കിൽ ജ്ഞാനവും ആനന്ദവും കിനിയുന്നതും അതുപോലെ അത്യന്തം സന്തോഷപ്രദമായ അവിടുത്തെ ഈ രൂപം കണ്ട് അതെങ്ങനെയാണ് നേത്രേന്ദ്രിയങ്ങളാൽ, നേത്രൈ ശ്രോത്രൈ എന്ന് പറഞ്ഞിരിക്കുന്നത്, ശ്രോത്രം ചെവിയാണ്, നേത്രം കണ്ണുകളാണ്. അതായത് കണ്ണുകൾ കൊണ്ട് ആ രൂപം ദർശിക്കുന്നു, ശ്രോത്രങ്ങൾ കൊണ്ട് നാരായണനാമം, നാരായണ കീർത്തനങ്ങൾ കേൾക്കുന്നു, അത് പാനം ചെയ്തിട്ട് പരമാനന്ദം അനുഭവിക്കുന്നു. ആ പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ ആ തിരയടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓളങ്ങളിൽ ചാഞ്ചാടി ആനന്ദം അനുഭവിക്കുകയാണ്. ഇവിടെ ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഹന്തഭാഗ്യം ജനാനാം എന്നതിൻ്റെ സമർത്ഥനമാണ് ഈ ശ്ലോകവും. ഈ 7ാമത്തെ ശ്ലോകത്തിലും അതുതന്നെയാണ്. ആ പരമാനന്ദത്തിൻ്റെ പരമകാഷ്ഠയിലാണ് ജനങ്ങൾ ഈ ഭഗവാന്റെ ദർശനത്താൽ എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 8ാമത്തെ. നമ്രാണാം സന്നിധത്സേ സതതമഭിപുരസ്തൈരനഭ്യർത്ഥിദാനൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇദ്ധം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർദ്ധിവ്രജോയം. നമ്രാണാം പുരഹ സതതം, അതായത് പുരഹ മുമ്പ്, നമ്രാണാം അങ്ങയെ നമസ്കരിക്കുന്ന ആളുകളുടെ മുമ്പിൽ, അഭി സന്നിധത്സേ, അഭി നമസ്കരിക്കുന്ന അവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. സന്നിധത്സേ എന്ന് പറഞ്ഞാൽ അങ്ങ് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുന്നു. നമസ്കരിച്ചാൽ മതി, അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. തൈഹി അവരാണെങ്കിലോ, ആ നമസ്കരിക്കുന്നവരാണെങ്കിലോ അനഭ്യർത്ഥിതാൻ ആവശ്യപ്പെടാതെ, അഭ്യർത്ഥിക്കുക അനഭ്യർത്ഥിക്കുക, ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും, അതായത് അർത്ഥാൻ കാമാൻ അവരുടെ അഭീഷ്ടങ്ങളും അവരുടെ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിം, ആ പരമാനന്ദം നിറഞ്ഞ ആ ഗതി എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മോക്ഷത്തെയാണ്. ആ മോക്ഷത്തെ അജസ്രം എപ്പോഴും വിതരസി, ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകും. എപ്പോൾ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഭഗവാൻ കൊടുക്കും. അത് ചോദിച്ചില്ലെങ്കിലും ആവശ്യപ്പെടാത്തതായ കാര്യങ്ങളും അവിടുത്തെ മുമ്പിൽ നമസ്കരിക്കുന്നവർക്ക് അങ്ങ് കൊടുക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേ ത്വം, അല്ലയോ മഹാവിഷ്ണു അവിടുന്ന്, ഹരേ നിശേഷലഭ്യ നിരവധിക ഫലപാരിജാത, എല്ലാവർക്കും
എപ്പോഴും കിട്ടുന്ന, അതായത് നിശേഷ ലഭ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ഒരു പരിധിയില്ലാതെ കിട്ടുന്ന, ഒരു അവധിയില്ലാതെ കിട്ടുന്ന പാരിജാതം, അതായത് കൽപ്പവൃക്ഷമാകുന്നു. ആ നിരവധിക ഫലപാരിജാത എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ ഫലങ്ങളുള്ള, ഫ്രൂട്ട്സുള്ള ആ പാരിജാത വൃക്ഷമാകുന്നു അങ്ങ്. അയം അർത്ഥിവ്രജ, ഇപ്പോൾ ഈ ആവശ്യക്കാർ ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം, അതായത് ഇവിടെ ശക്രൻ ഇന്ദ്രനാണ്. ശക്രവാടി എന്ന് ഉദ്ദേശിക്കുന്ന ഇന്ദ്രൻ്റെ, നമുക്കറിയാം പാരിജാതമൊക്കെ അങ്ങ് ദേവലോകത്താണ് ഉണ്ടായിരുന്നത് അല്ലേ. ആ ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ, കൽപ്പവൃക്ഷം ഇവിടെ എങ്ങ് ഗുരുവായൂർ വിളങ്ങുകയാണ്, അതിവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ശക്രവാടി, ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള മരം, ആ പാരിജാത മരത്തെ ഇപ്പം ക്ഷുദ്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ഇതെല്ലാം മഹാവിഷ്ണുവിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തെ ഭജിച്ചാലുള്ള നേട്ടങ്ങൾ. ഇവിടെ ഒന്നാമത്തെ ദശകം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരൂപവും അതുപോലെ തന്നെ മഹത്വവുമാണ് വർണ്ണിക്കുന്നത്. അത് മനസ്സിൽ വയ്ക്കുക. ഇനി അടുത്ത ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ഥം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ യേ വേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പരേ എന്ന് പറഞ്ഞാൽ അന്യദേവന്മാർ. കാരുണ്യാത്, കാരുണ്യം കൊണ്ട്, കരുണ ഹേതുവായിട്ട് അല്ലെങ്കിൽ ദയ വിചാരിച്ചിട്ട്. അന്യം കാമം ദദതി ഖലു, ഇനി അന്യം കാമം എന്ന് പറഞ്ഞാൽ മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ട് എങ്കിൽ അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണ കാരുണ്യമുള്ള ഭഗവാൻ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു, അതായത് സായുജ്യം നൽകുന്നവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്യെന്ന് പറഞ്ഞാൽ മറ്റു ദേവന്മാർ. ഐശ്വര്യാത്, ഐശ്വര്യം ഹേതുവായിട്ട്, ഐശ്വര്യം കൊണ്ട്, ഐശ്വര്യം കാരണം. ഇവിടെ ഐശ്വര്യം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വാമിത്വം, അതുപോലെ ഈശ്വരത്വമുള്ളവരാണ് ഐശ്വര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഗതി പരജനെ ഈശതേ, ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ സ്വാമിത്വം ഉള്ളവരാകുന്നു മറ്റു ദേവന്മാർ. ത്വം സ്വാത്മനഃ അഭി, അവിടുന്നാകട്ടെ സ്വന്തം ആത്മാവിന് കൂടിയും ഈശ്വരനാകുന്നു, അതായത് തനിക്ക് തന്നെയും ഈശ്വരനാകുന്നു എന്നർത്ഥം. സ്ഫീതഭാഗ്യാഹ ചേതനാഹ, അതായത് വർദ്ധിച്ച ഭാഗ്യമുള്ള ജീവികൾ. അവിടുത്തെ ദർശിക്കാൻ വരുന്നവർ വർദ്ധിച്ച ഭാഗ്യമുള്ളവരാണ്. അവർ പ്രതിപദമധുരേ, അടിക്കടി ആസ്വാദ്യനായി തീരുന്ന അങ്ങേ വിഷയമാക്കിക്കൊണ്ട് ഉച്ചൈഹി ആരവന്തി, എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുന്നു എന്ന്. അവിടുന്നാകട്ടെ ത്വം ച, അവിടുന്നാകട്ടെ ആത്മാരാമഹ ഏവ, ആ തന്നെ വിചാരിച്ച ആഹ്ലാദം, അവനവനിൽ തന്നെയുള്ള ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ താൻ തന്നെ രമിച്ച്, സ്വന്തം ആത്മാവിൽ താൻ തന്നെ രമിച്ച് ഇപ്രകാരം അനേകം അനുപമങ്ങളായ, അതായത് സദൃശമായിട്ട് മറ്റൊന്നുമില്ല, അതുല ഗുണഗണാധാരനാണ് അവിടുന്ന്. അതുല ഗുണഗണാധാരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് തുല്യം വയ്ക്കാനായിട്ട് വേറെ, അവിടുത്തെ ഗുണഗണങ്ങൾക്ക് തുല്യം വയ്ക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ശൗരേ എന്ന് വിളിച്ചിരിക്കുന്നത് ഇവിടെ ശൂരസേനപുത്രനായിട്ടാണ് ശൗരേ എന്ന് വിളിക്കുന്നത്. ശൗരി തേ നമഃ, അവിടുത്തെ നമസ്കരിക്കുന്നു, അങ്ങനെ അവിടുത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഭഗവാൻ എന്ന പേരിനെ ശരിക്കും അർഹിക്കുന്നത് ശ്രീ മഹാവിഷ്ണു തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവിടെ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയഃ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഈ 6 കാര്യങ്ങൾ, അതായത് ഇവയുടെ കൂട്ടത്തെ ഭഗം എന്ന് പറയുന്ന ഈ 6 കാര്യങ്ങളെ, ഭഗമുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് എന്നിവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇനി ഇതിലെ 10ാമത്തെ ശ്ലോകമാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണ തേജസ് സംഹാരി വീര്യം വിമലമഭി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി
ഐശ്വര്യം, അവിടുത്തെ ഐശ്വര്യം, ഈശ്വരത്വം, സ്വാമിത്വം. ശങ്കരാദീശ്വര വിനിയമനം, ശ്രീ പരമേശ്വരനാണ് ശങ്കരൻ. ആ ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത്, അതായത് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഈശ്വരത്വമാണ് അവിടത്തേക്കുള്ളതെന്ന് ഭഗവാനോട് പറയുകയാണ്. വീര്യം വിശ്വതേജോഹരാണം, അവിടുത്തെ വീര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സർവ്വ തേജസ്സുകളെയും പിടിച്ചടക്കുന്ന, അതായത് ഇവിടെ സൂര്യൻ, അഗ്നി മുതലായ ദേവന്മാരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്ന തേജസ്സാണ് അവിടത്തേക്കുള്ളത്. വിമലം യശഃ അഭി, അതുപോലെ തന്നെ വിമലമായ സംശുദ്ധമായ യശസ്സും ഉണ്ട്. നിസ്പൃഹയിച്ച ഉപഗീതം, നിസ്പൃഹന്മാരാൽ പോലും, ഉപഗീതം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടത്, പുകഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ ഈ യശസ് എന്ന് പറഞ്ഞാൽ നിസ്പൃഹന്മാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിസ്പൃഹയിച്ച ഉപഗീതം എന്ന് പറഞ്ഞാൽ ഒന്നിലും കാംക്ഷയില്ലാത്ത വിരക്തന്മാരായ മുനിമാർ പോലും, അതായത് നമ്മൾ സാധാരണ മുഖസ്തുതി പറയുക അല്ലെങ്കിൽ പുകഴ്ത്തി പറയുന്നതൊക്കെ വല്ല കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യർ. ഇവിടെ അങ്ങനെ അല്ലാത്തവർ പോലും അവിടുത്തെ യശസ്സിനെ പുകഴ്ത്തുന്നു. അതുപോലെ തന്നെ ശ്രീ സദാ അംഗ സംഘ, സംഘ എന്ന് പറഞ്ഞാൽ സഹിതം എന്നാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവി ഏത് കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതി ചേർന്ന് നിൽക്കുന്നു എന്നർത്ഥം. അഖിലവിദ് അസി സംഘവർത്താത്തേ, അങ്ങ് സർവജ്ഞനാകുന്നു, ആസക്തിയുടെ ഒരു കണിക പോലും അങ്ങയ്ക്ക് ഒന്നിലുമില്ല എന്നാണ്. ക്വാബി, അവിടത്തേക്ക് ഒന്നിലും ആസക്തിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ, മുരാന്തക, മുരഹര എന്ന് പറഞ്ഞാൽ മുരനെ ഹരിച്ചവൻ, മുരാന്തകനാണ് മുരാസുരനെ. അതുപോലെ അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാകുന്നു. ഭഗവാൻ, ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ഭഗവാൻ എന്ന വാക്കിൻ്റെ, അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീജ്ഞാനം, വിജ്ഞാനം ഇവയുടെ കൂട്ടത്തെയാണ് ഭഗമെന്ന് വിളിക്കുന്നത്. ആ ഭഗമുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്ന പേരിന് അവിടുന്ന് പ്രധാന ആശ്രയം തന്നെയാകുന്നു. അതായത് അവിടുന്നാണ് ഭഗവാൻ, മറ്റ് ഭഗവാന്മാരൊന്നും പ്രസിദ്ധമല്ല. ഇവിടെ ഒരു ദശകം തീരുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ രണ്ടാമത്തെ ദശകം നോക്കാം. നമസ്കാരം, എല്ലാവർക്കും നന്ദി. എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ ഇത്രയും പറയാൻ എന്നെ പ്രാപ്തയാക്കിയതിന് ഭഗവാനോട് നന്ദി. കൃഷ്ണ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.